ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സ്കൂളിലാണ് കാണിക്കുന്നത്. സത്യയും പപ്പിയും അതുപോലെ വേറൊരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടി പറയും, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അന്ന് ഫാദേഴ്സ് ഡേക്ക് നീ ആരെയാ കൊണ്ടുവന്നത്? സത്യയും പപ്പിയും പരസ്പരം ഇങ്ങനെ നോക്കും. സത്യ പറയും, അച്ഛനെ തന്നെ. ആ കുട്ടി പറയും, ഏയ് അത് നിന്റെ അച്ഛനൊന്നുമല്ല, അതേതോ ഓട്ടക്കാരനാ. പപ്പിക്കും ഓട്ടക്കാരനോ? ഈ മത്സരത്തിന് ഓടാനൊക്കെ പോവില്ലേ? അവരെ വിളിച്ചുകൊണ്ടല്ലേ നീ വന്നത്? എന്റെ അച്ഛനെ തോൽപ്പിക്കാനാ കൊണ്ടുവന്നത്. സത്യം ഒന്നും മിണ്ടുന്നില്ല. പപ്പി പറയും, നിന്റെ അച്ഛൻ ശരിക്കും ഓടാഞ്ഞിട്ട് തോറ്റുപോയത്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പോഴും ആ കുട്ടിക്കും സത്യയുടെ അടുത്ത്, സത്യം പറ, നിനക്ക് സ്വന്തമായിട്ട് അച്ഛനുണ്ടോ? പപ്പിക്കാ ദേഷ്യം വരുന്നത്. നിനക്ക് എന്താണ് വേണ്ടത്? നീ കുറെ ദിവസമായല്ലോ സത്യയുടെ പുറകെ നടന്ന് അവളെ കളിയാക്കുന്നു. ഇനി കളിയാക്കിയാലുണ്ടല്ലോ. ആ കുട്ടിക്കും എന്ത് ചെയ്യും? ഇവൾക്ക് സ്വന്തമായിട്ട് അച്ഛനില്ലെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഇതുവരെ വരാത്ത അച്ഛൻ അന്ന് മാത്രം വന്നിരിക്കുന്നു. എന്റെ അച്ഛൻ എന്തുമാത്രം സങ്കടം ഉണ്ടായെന്ന് അറിയാമോ? ഇതുവരെ തോൽക്കാത്ത എന്റെ അച്ഛൻ അന്ന് തോറ്റുപോയി. പപ്പി പറയും, ഇവൾക്കൊരു അച്ഛനുണ്ട്, അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ ഇനി മേല ഇവൾ അച്ഛനില്ലാത്തവളെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. അപ്പൊ ആ കുട്ടി പറയും, വിളിക്കും, ഞാൻ ഇനിയും വിളിക്കും. അച്ഛനില്ലാത്തവളെ, അച്ഛനെ വാടകയ്ക്ക് കൊണ്ടുവരുന്നവളെ ഇനിയും വിളിക്കും. നീ എന്ത് ചെയ്യടി എന്നിങ്ങനെ സത്യയുടെ മുഖത്ത് നോക്കി വിളിച്ച് പപ്പിയോട് ചോദിക്കാനേ സത്യക്ക് അങ്ങ് സങ്കടായി പോകും. പറഞ്ഞു തീരലും പപ്പി ആ കുട്ടിയുടെ കവിളത്തങ്ങ് അടിക്കും. ആഞ്ഞഴിച്ചതിന് ശേഷം, നീ ഇനി വിളിക്കോ എന്ന് വെച്ച് അവിടെ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ പിടിച്ച് സ്കൂൾ ബസിന്റെ മേലേക്ക് തലയിടിക്കണേ. ശേഷം പുറകിനിട്ട് നല്ല ഇടി വെച്ചു കൊടുക്കും. വിട്, വേണ്ട, ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ സത്യ പറയുന്നുണ്ടെങ്കിലും പപ്പി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയെ ഇടിച്ച് പഞ്ഞിക്കിടണേ പപ്പിമോളെ. ശേഷം പിന്നീട് കാണിക്കുന്നത്, ഈ കാരണത്താൽ സത്യഭാമേനെയും വിഷ്ണുവിനെയും അതുപോലെ ശാലിനിയെയും സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കണേ മിസ്. അവരെ മാത്രല്ല, ആ ഇടിച്ച് പഞ്ഞിക്കിട്ട ആ കുട്ടിയുടെ പാരന്റും ഉണ്ട്. ആ കുട്ടിയുടെ മൂക്കുന്നും അതുപോലെ നെറ്റിയൊക്കെ ഇങ്ങനെ പൊട്ടി ചോര വരുന്നുണ്ട്. ആ കുട്ടിയുടെ പാരന്റ് ദേഷ്യപ്പെടണേ. മറുപടി പറയേണ്ട എച്ചമ്മാണ്. ഇവിടേക്ക് കുട്ടികൾ വരുന്നത് പഠിക്കാനാണോ അതോ ഗുണ്ടായിസം കാണിക്കാനാണോ? എച്ചമ്മയ്ക്കും, എന്താ മിസ്റ്റർ ഹരിദാസ്, ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? എന്റെ മോന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ആ ഇടി എങ്ങാനും കണ്ണിൽ കൊണ്ടിരുന്നെങ്കിലോ എന്റെ കൊച്ചിന്റെ കാഴ്ച നഷ്ടപ്പെടില്ലായിരുന്നോ? ഞാനിപ്പോ ഗുണ്ടായിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് തെറ്റായിപ്പോയി. പ്രവർത്തിച്ചതിന് ഒരു തെറ്റുമില്ല അല്ലേ? അപ്പൊ ഭാമ പറയും, അതെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഇതിന്റെ പേരില് വെറുതെ വാക്ക് തർക്കം നടത്തിയിട്ട് കാര്യമുണ്ടോ? നടന്നത് എന്താണെന്ന് കുട്ടികളോട് ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഇവരാണല്ലോ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇവര് പറയട്ടെ എന്ന് പറയുമ്പോ കുട്ടികൾ ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എച്ചമ്മ, സത്യഭാമേ, പത്മിനി, രമേശിന്റെ മുഖത്തിടിച്ചതാരാ എന്ന് ചോദിക്കുമ്പോ സത്യയും മറുപടി പറയുന്നില്ല, പപ്പിയും പറയുന്നില്ല. രണ്ടുപേരും തല താഴ്ത്തി നിൽക്കുക. ഭാമയും വിഷ്ണു ശാലിനിയും നോക്കുന്നുണ്ട്. ആരും മിണ്ടുന്നില്ല. എച്ചമ്മ വീണ്ടും ചോദിക്കും, നിങ്ങൾ ആരാ ഇടിച്ചതെന്ന്? എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും മിണ്ടാട്ടമില്ലേ? അപ്പോഴും അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോ ടീച്ചർ ചോദിക്കും, രമേശ് പറ, ഇവരിൽ ആരാ നിന്നെ ഉപദ്രവിച്ചത്? അപ്പോ രമേശ് പറയും, പത്മിനിയാ എന്നെ തല്ലിയത്. ഇത് കേൾക്കുമ്പോ ശാലിനി ഇങ്ങനെ പപ്പിനെ നോക്കും. വിഷ്ണുവും ഭാമയും ശാലിനിയും ഞെട്ടിയിട്ടുണ്ട്. അവരും ഇങ്ങനെ നോക്കണേ. വിഷ്ണു പറയും, ടീച്ചറെ, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ പരിഹരിക്കാൻ എന്താ മാർഗം എന്ന് വെച്ചാ അത് മാത്രം പറഞ്ഞാ മതി. ആ കുട്ടീന്റെ അച്ഛൻ പറയും, എന്ത് പരിഹാരം എന്നാ നിങ്ങൾ പറയുന്നത്? എന്റെ കൊച്ചിന്റെ മുഖം ഇടിച്ച് പരുവത്തിലാക്കിയിട്ട് ന്യായം പറയുന്നോ? എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റും. ബാമറിയും, ഇതിനിടയില് കോടതിയിലും അങ്ങ് എത്തിയോ? സംഭവിക്കാൻ പാടില്ലാത്തത് കുട്ടികളിൽ നിന്ന് സംഭവിച്ചു. ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട്. നിങ്ങളുടെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇനി അതല്ല, ഹോസ്പിറ്റലിൽ പോകാനുള്ള പണമാണെങ്കിൽ അത് ചെയ്തു തരാനും ഞങ്ങൾ ഒരുക്കാം. ആ കുട്ടിയുടെ അച്ഛൻ പറയും, എനിക്ക് നിങ്ങളുടെ ആരുടെയും പണമൊന്നും വേണ്ട. കുറച്ച് പണം കുറവാണെങ്കിലും അന്തസ്സായി ജീവിക്കുന്നവരാ ഞങ്ങള്. എന്നെ അങ്ങനെ വിലക്കെടുക്കാനൊന്നും ഞാൻ ആരെയും സമ്മതിക്കില്ല. വിഷ്ണു എന്നിട്ട് പറയും, അയ്യോ ഹരിദാസേ, മോനെന്തെങ്കിലും മരുന്ന് വാങ്ങിക്കണമെന്നേ അമ്മ ചോദിച്ചുള്ളൂ, അതല്ലാതെ വിലക്കെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അച്ഛൻ പറയും, ഒരു തർക്കം വേണ്ട, അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കുന്നല്ലേ, പോകുന്ന വഴിക്ക് മരുന്ന് വാങ്ങിക്കാം. പിന്നെ സത്യഭാമയ്ക്കും പത്മിനിക്കും പണിഷ്മെന്റ് ഉണ്ട്. ഒരു ഇച്ചിരി കുറുമ്പ് കൂടുതലാ രണ്ടുപേർക്കും. കുട്ടികളും ആകെ പേടിച്ചു പോവാണേ. ഹരിദാസ് പറയും, തെറ്റ് ചെയ്താലേ നിങ്ങൾ ടീച്ചർമാരെ ശിക്ഷ കൊടുക്കണം. പണ്ടത്തെ കുട്ടികളൊക്കെ ടീച്ചർമാരുടെയും സാറുമാരുടെയും മുന്നിലൂടെ പേടിച്ചിട്ട് നടക്ക പോലുമില്ല. എന്നാ ഇന്ന് തോളെ കൈയിട്ട് നടക്കാറായപ്പോ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കുന്നുണ്ട്. ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. പപ്പി, നീ വീട്ടിലേക്ക് വാ. ദാ ഈ സത്യ ഇവള് പഠിപ്പിച്ചെന്നായിരിക്കും നിനക്ക് ഗുണ്ടായിസൊക്കെ. അപ്പൊ വിഷ്ണു പറയും, അമ്മ മതി, നിർത്ത്. ശാലിനി പറയും, ഹരിദാസിന്റെ അടുത്ത് സംഭവിച്ചു പോയതിന് ക്ഷമ ചോദിക്കാനേ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റൂ. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചു പോയി. ഹരിദാസ് പറയും, ഇത് അബദ്ധമല്ല, കാശിന്റെ അഹങ്കാരം. അതെങ്ങനെയാ? വീട്ടിലുള്ളവരെ മര്യാദ പറഞ്ഞു പഠിപ്പിച്ചാലല്ലേ കുട്ടികൾ നേരെ ചെവ്വേ വളരൂ. ഭാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോ ഹരിദാസ് പറയും, പോവാണ് ടീച്ചറെ, നിങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഇനി ഒറ്റ കാര്യം പറയാനുള്ളൂ, പിള്ളേരെ ഇനിയെങ്കിലും മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ നോക്ക്.
ഇല്ലെങ്കിലേ എല്ലാം പാഴ്ജന്മങ്ങളായി പോവും. ഇത് കേൾക്കുമ്പോ കുട്ടികൾ പരസ്പരം നോക്കും. അതും പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ അവിടുന്ന് പോവുക. പപ്പിക്ക് ഇപ്പൊ നല്ല പേടിയുണ്ട്. അപ്പൊ ശാലിനി മേഡത്തിന്റെ അടുത്ത് പറയും, ക്ഷമിക്കണം, ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ടീച്ചർ പറയും, അതൊന്നും കുഴപ്പമില്ല, പിള്ളേരായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ഇനി ഇത് ആവർത്തിക്കാതെ നോക്കിയാൽ മതി. ഈ സമയത്ത് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോ ശാലിനി ഉണ്ടാവും വിഷ്ണുവിനെ തന്നെ നോക്കുന്നത്. വിഷ്ണുവിനെ മാത്രല്ല പപ്പിനെയും സത്യനെയും മാറി നോക്കുന്നുണ്ട്. ഇപ്പൊ ഭാമ നോക്കുമ്പോ ശാലിനിയും വിഷ്ണുവും നോക്കുകയാണേ. ഭാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലാണ്. രോഹിത്തും അച്ഛനും ശ്യാമയും ഉണ്ട്. ശ്യാമ പറയും, സ്കൂളിലേക്ക് വിഷ്ണുവേട്ടനെ കൂട്ടി സത്യമ്മ പോയി എന്നല്ലാതെ വിവരമൊന്നും പറഞ്ഞില്ല. രാഘവേട്ടൻ ചോദിക്കും, അല്ല സ്കൂളിലേക്ക് തന്നെയാണെന്നാണോ പറഞ്ഞത്? രോഹിത്ത് പറയും, അതെന്നെ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. രാഘവേട്ടൻ പറയും, എന്നാ പിന്നെ അതുവഴിക്ക് വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കുന്നേ. അല്ല, ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് വല്ലതും ആണോ? രോഹിത്ത് പറയും, അതിനെ ഞാനല്ലേ അച്ഛ പോകാറുള്ളത്, അല്ലെങ്കിലും ഗ്രൂപ്പിലെ അതൊക്കെ നേരത്തെ വരത്തില്ലേ? അത് ശരിയാ. ശ്യാമ പറയും, ഇനി പപ്പിക്ക് എന്തെങ്കിലും അപകടം? എന്റെ പേടി അതാണ് അച്ഛാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ വിഷ്ണു ഇതിനോടകം വിളിച്ചേനെ. ഇതിപ്പോ പോയിട്ട് കുറെ നേരം ആയില്ലയോ? ശ്യാമ പറയും, അല്ലച്ചാ, ഫോൺ എടുക്കാത്തതുകൊണ്ടാ എനിക്ക് പേടി. രാഘവേട്ടൻ പറയും, അത് ചിലപ്പോ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണായിരിക്കും, ചിലപ്പോ ഫോൺ സൈലന്റ് ആയിട്ടുണ്ടാകും, അതുകൊണ്ടാ അറിയാത്തത്. എന്നിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഭാമയുടെ കാർ അങ്ങോട്ട് എത്തും. അതാ വന്നല്ലോ. എന്നാലും ശ്യാമയ്ക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഭാമയും വിഷ്ണുവും കാറിന്ന് ഇറങ്ങും. ഭാമ ബാക്കത്തെ ഡോർ തുറന്നിട്ട് പപ്പിയോട് പറയും, ഇങ്ങ് വാടി ഇവിടെ, ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നിന്നോടല്ലേ പറയുന്നത്, മര്യാദ എന്താന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വലിക്കണേ കാറിന്റെ അകത്തുനിന്ന്. എന്നാ ശ്യാമയ്ക്കും രോഹിത്തിനും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അവരിങ്ങനെ പപ്പിയെ ഒരു കുഴപ്പമില്ലാതെ കണ്ടപ്പോ ആ ഒരു ആശ്വാസമുണ്ട്. എന്നാ ഭാമ എന്തിനാ വഴക്ക് പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഭാമ നടക്കടി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കയറ്റുന്നത്. കേരടി ഇങ്ങോട്ട്. അപ്പോഴേക്ക് രാഘവേട്ടൻ ചോദിക്കും, എന്താ ഭാമയെ കാര്യം? ഭാമ പറയും, നിങ്ങളൊക്കെ വളർത്തി വഷളാക്കിയതാ ഈ കൊച്ചിനെ. എച്ചമ്മന്റെ വായന്നേ നന്നായി കേട്ടിട്ടാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വരുന്നത്. ആർക്കും മനസ്സിലായിട്ടില്ല. എന്താ? അപ്പോഴേക്കും ഭാമ, ഇവള് എന്ന് ഞാൻ എന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് പോകുമ്പോഴേക്കും അമ്മേ മതി എന്ന് പറഞ്ഞ് പപ്പിയെ മാറ്റിയിട്ട് വിഷ്ണുവും ഭാമയെ തടയും. അവിടെ വെച്ചിട്ട് ഇവൾ ആവശ്യത്തിന് പറഞ്ഞതല്ലേ, അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഭാമയ്ക്കും എന്തു മനസ്സിലായെന്നാ? ഇവളുടെ അച്ഛന്റെ അമ്മയുടെയും മുന്നിലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത്. അതിനു മാത്രം കേട്ടു ഞാൻ അവിടുന്ന്. ശ്യാമയ്ക്കും, സത്യമേ എന്താ കാര്യം, എന്താ ഉണ്ടായെന്നെങ്കിലും പറ. രോഹിത്തും പറയും, എന്തായാലും പറഞ്ഞാലല്ലേ സത്യമേ മനസ്സിലാവത്തുള്ളൂ. ഭാമ പറയും, ഇനി ഞാനിപ്പോ പറയാഞ്ഞിട്ടാ, ഇവളെ നമ്മള് ഗുണ്ടായിട്ട് വളർത്താണെന്നാ ഇവളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാവരും കൂടി എന്നോട് ചോദിച്ചത്. ആർക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. രാഘവേട്ടൻ പറയും, എന്റെ ഭാമയെ ഇങ്ങനെ കിടന്ന് കലി തുള്ളിയിട്ടൊന്നും കാര്യമില്ല. എന്താണ് കാര്യം നീ ഇപ്പോഴും പറയുന്നില്ലല്ലോ. ഡാ വിഷ്ണു, എന്താ ഉണ്ടായത് അവിടെ? അത് പിന്നെ അച്ഛാ. രാഘവേട്ടൻ ചോദിക്കും, പപ്പിമോളെ എന്തുകൊണ്ടായി അവിടെ കാണിച്ചത്? വിഷ്ണു, എന്റെ അച്ഛാ അതൊന്നുമില്ല, കൂടെ പഠിക്കുന്ന പയ്യനെ ഇവള് 2 അടി വെച്ചു കൊടുത്തു, അത് തന്നെ. അപ്പൊ രോഹിത്ത് എന്തെങ്കിലും മാത്രം മൂളുന്നുള്ളൂ. ശ്യാമ പേടിക്കുന്നുണ്ട്. അയ്യോ. രാഘവേട്ടൻ പറയും, അയ്യോ ഇതാണ് അപ്പൊ ഇത്ര വലിയ കാര്യം? ഈ നിസ്സാര കാര്യത്തിനാണോ ഭാമേ നീ കിടന്ന് മരണവെപ്രാളം കാണിക്കുന്നത്? ഭാമ പറയും, നിങ്ങൾക്കിത് നിസ്സാര കാര്യമായിരിക്കും. ആ അടി കൊണ്ട് കുട്ടിയുടെ മൂക്കിന്റെ പാലം തകർന്നേ നിർത്താതെ ചോര വരായിരുന്നു. അത് കേൾക്കുമ്പോ രാഘവേട്ടൻ അയ്യോ എന്ന് പറഞ്ഞു പോവാ. ശ്യാമയും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഒരു കണക്കിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോഴേക്ക് ശ്യാമ ദേഷ്യത്തിൽ, പപ്പി നീ എന്തായി കാണിച്ചത്? മറ്റു കുട്ടികളായിട്ട് വഴക്ക് കൂടരുതെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ? രോഹിത്തും ചോദിക്കും, മോളെന്തിനാ കുട്ടിയെ തല്ലിയത്? നല്ല കുട്ടികൾ അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കോ? പപ്പി അറിയും, എന്നെയും സത്യയെയും കളിയാക്കിയത് കൊണ്ടാ ഞാൻ അവനെ അടിച്ചത്. അതില് ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. അവളുടെ ഒരു സത്യ ആ കൊച്ചുകാരനാ പപ്പി ഇത്രയ്ക്ക് വഷളായത്. അവളുമായിട്ട് പപ്പി എന്ന് കൂട്ടുകൂടി തുടങ്ങിയോ അന്ന് മുതൽ പപ്പിമോള് ചീത്തയായതാ. രാഘവേട്ടൻ ചോദിക്കും, എന്തൊക്കെ ഭാമ നീ പറയുന്നത്? ആ കുട്ടി ഇവരെ കളിയാക്കിയത് കൊണ്ടല്ലേ പപ്പി ഇങ്ങനെ ചെയ്തത്. കുട്ടികളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ തല്ലുപിടുത്തൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ സ്വാഭാവിക. ഭാമ പറയും, അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ. സത്യം നിങ്ങളുടെ ശാലിനിയുടെ മകളാണല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും അവള് വളരെ പ്രിയപ്പെട്ടവളാണല്ലോ. ശ്യാമയോട് പറയും, ഡി സ്വന്തം കൊച്ച് അവളുടെ കൂടെ കൂടി ചീത്തയായി പോകുന്നത് നിനക്ക് ഒരു പരാതിയില്ല അല്ലേ? വഴക്ക് കേട്ടത് ഞാനും എന്റെ മോനുമാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും നിങ്ങളുടെ ശാലിനിയാണല്ലോ വലുത് എന്ന് വിഷ്ണുവിനെ നോക്കിയാ പറയുന്നത്. ഭാമ നല്ല ദേഷ്യത്തിലാ. വിഷ്ണു പറയും, അമ്മേ നിർത്ത്, ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ചയിടുന്നത്? ആ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചതാണല്ലോ. ഭാമ പറയോ, അപ്പൊ അത് ശരി, ഇപ്പൊ എനിക്കായോ കുഴപ്പം? നിങ്ങളെല്ലാവരും കൂടിയപ്പോ നിങ്ങളെല്ലാരും അങ്ങ് ഒന്നിച്ചു, അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്നെ ഇപ്പൊ ആർക്കും കണ്ണു പിടിക്കത്തില്ലല്ലോ. രോഹിത്തും വിഷ്ണു ഒക്കെ ഇങ്ങനെ തല താഴ്ത്താ ഹോ എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടൻ പറയും, ഭാമേ നിന്റെ ശത്രു നീ തന്നെയാ, മറ്റെന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാ പലപ്പോഴും നീ വിളിച്ചു പറയുന്നതേ. അത് കേട്ടു നിൽക്കുന്നതേ നിന്നോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ടൊന്നുമല്ല, നിന്നോട് പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഭാമ പറയും, ശരി, ഇനി ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും തോന്നിയതുപോലെ അങ്ങ് പോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പൊന്നിയട വാതിലിന്റെ അട നിൽക്കുന്നുണ്ടായിരുന്നോ, മാറി നിക്കങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഭാമ അകത്തേക്ക് കയറിപ്പോവും. കഷ്ടം എന്ന് പറഞ്ഞ് രാഘവേട്ടൻ ഇരിക്കുക. ഈ സമയം രോഹിത്ത് പപ്പിയുടെ അടുത്ത് ചെന്നിരിക്കും.
എന്തിനാ മോളെ ആ കുട്ടിയെ ഉപദ്രവിച്ചത്? ആ കുട്ടി കളിയാക്കിയെങ്കിലേ ഏതെങ്കിലും ടീച്ചർമാരോട് പറഞ്ഞാ പോരായിരുന്നോ? കളിയാക്കിയത് എന്നെ അല്ലച്ചാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സത്യയാ. സത്യ എന്നെ പോലെ അല്ലല്ലോ, അവൾ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. ഇതങ്ങ് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടും. വിഷ്ണുവിനെയാണ് ശ്യാമ നോക്കുന്നത്. അപ്പൊ തന്നെ വിഷ്ണു ശ്യാമയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്യാമ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കിയതും വിഷ്ണു നോക്കുന്നത് കാണുമ്പോൾ ശ്യാമ വേഗം തല താഴ്ത്തും. എന്നാൽ ശ്യാമയുടെ മുഖത്തുള്ള ആ ഒരു ടെൻഷൻ അത് വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. പപ്പിയറിയും സത്യയുടെ പിന്നാലെ ചെന്നിട്ട് അച്ഛനില്ലാത്ത കുട്ടിയെന്നും വിഷ്ണു അച്ഛനെ അച്ഛനായിട്ട് വേഷം കെട്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഞാൻ തല്ലിയത്. സത്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഞാൻ അത് സഹിക്കും അമ്മേ. അപ്പോഴും വിഷ്ണു ശ്യാമയുടെ ആ ഒരു മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. ശ്യാമ ആകെ പേടിച്ചോണ്ട് പറയണേ, ഇല്ല സഹിക്കില്ല, അതുകൊണ്ടാ പപ്പി തല്ലിയത്. വിഷ്ണു മതി മോളെ, സാരല്ല കേട്ടോ, വാ മോളെ വിഷ്ണു അച്ഛൻ ചോദിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോ ശ്യാമേനെ നോക്കുന്നുണ്ട് വിഷ്ണു. ശേഷം മോളെ എടുത്തുകൊണ്ട് അവിടുന്ന് പോവാ. ശ്യാമയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു മോളെ എടുത്ത് മുകളിലേക്ക് വന്നിരിക്കുക ആ ടെറസിന്റെ അടുത്ത്. ആ ടീപ്പോയിലെ മുകളിലിരുത്തിയിട്ട് വിഷ്ണു പറയും, ഇവിടെ ഇരിക്കി ചോദിക്കട്ടെ. എന്നിട്ടേക്കും നീ എന്താ വിഷ്ണുച്ചന്റെ പഴയ പാത പിന്തുടരുക? നോക്ക്, ഗുണ്ട വിഷ്ണുവിന്റെ കുടുംബത്തിന്നേ ഇനി വലിയൊരു ഗുണ്ടാ പപ്പി വേണ്ട കേട്ടല്ലോ. പപ്പി എന്ന് പറയുമ്പോഴും വിഷ്ണു അറിയും, മോളെ ഇനി അങ്ങനെയൊന്നും ചെയ്യല്ലേ. ആ കുട്ടിയുടെ കണ്ണിന് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നോക്ക്, അതുകൊണ്ട് എന്റെ പപ്പിക്കുട്ടി ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ടീച്ചർമാരെയൊക്കെ കൊണ്ട് നല്ല കുട്ടിന്ന് മാത്രമേ പറയിപ്പിക്കാവൂ. ഈ ചീത്ത എന്നുള്ള വാക്കേ നമുക്ക് വേണ്ട. പപ്പി പിന്നെയുണ്ട് പപ്പിമോൾക്കൊരു സങ്കടം. വിഷ്ണുക്കും ഇനിയെന്താ മറ്റൊരു സങ്കടം? സത്യമ്മ ചേച്ചിയമ്മേനെയും സത്യയും ഒരുപാട് ചീത്ത പറഞ്ഞു. കരഞ്ഞോണ്ടാ സത്യ പോയത്. അതിനെനിക്ക് അവരോട് മാപ്പ് പറയണം വിഷ്ണുച്ചാ, ഇല്ലെങ്കിൽ പപ്പിമോൾക്ക് ഉറങ്ങാൻ പറ്റില്ല. വിഷ്ണുക്കും അത്രയ്ക്ക് സങ്കടമുണ്ടോ? പപ്പിയോറിയും അതല്ലേ പറഞ്ഞത്. വിഷ്ണുറിയും എന്നാ പിന്നെ നമുക്കതിനൊരു വഴി ഉണ്ടാക്കാം. ഉറപ്പ്? വിഷ്ണുറിയും ഉറപ്പ് എന്ന് പറഞ്ഞ് എന്തോ ആലോചിക്കുകയാണ് വിഷ്ണു. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. അവിടെ സത്യയെ ശാലിനി ചോദ്യം ചെയ്യണേ. ശാരദമ്മ അടുത്തുണ്ട്. സ്കൂളിൽ എന്താ ഉണ്ടായത്? സത്യ ഒന്നും പറയുന്നില്ല. ശാലിനി വീണ്ടും ചോദിക്കും, സ്കൂളിൽ എന്താ ഉണ്ടായെന്നാ ഞാൻ ചോദിച്ചത്. അമ്മ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയപ്പോ തൃപ്തിയല്ലോ നിനക്ക്? സത്യം ഒന്നും പറയാതെ നിൽക്കുമ്പോ ശാലിനിക്ക് ദേഷ്യം വരും. നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ എന്ന് പറഞ്ഞ കുട്ടിയെ അങ്ങ് പിടിച്ചു വലിക്കുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞ് ശാരദാമ്മ സത്യയെ അടുത്തേക്ക് നിർത്തുക. കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ എന്ത് കുട്ടികള്? ശാലിനി പറയും, അങ്ങനെ അമ്മ ചിന്തിക്കും, പക്ഷെ മറ്റുള്ളവർ ചിന്തിക്കില്ലല്ലോ. സത്യമ്മ അവിടെ വന്ന് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമോ? ഭാമ പറഞ്ഞെന്ന് അറിയുമ്പോ തന്നെ ശാരദാമ്മ പറയും, അത് പിന്നെ പറയാതിരിക്കോ? നിന്നെ എവിടെയൊക്കെ തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം അവരത് ഭംഗിയായിട്ട് ഉപയോഗിക്കും. അതിന് നീ കൊച്ചിനോട് മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? ശാലിനി പറയും, അമ്മേ ഇവൾ ഒറ്റൊരുത്തി കാരണ ഞാൻ ആ ചീത്ത മുഴുവൻ കേട്ടത്. ഇവള് മൂലം പപ്പി ചീത്തയാവുന്നു എന്നാ സത്യമ്മയുടെ കണ്ടുപിടുത്തം. എല്ലാത്തിനും എന്താ ഇവള് പറഞ്ഞാ മതിയല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാ കുട്ടി അടിച്ചത്? ആ കുട്ടി വേണ്ടാത്ത വർത്തമാനം പറഞ്ഞിട്ടാണ് അമ്മേ പപ്പി തല്ലിയത്. അപ്പോഴാ ശാരദാമ്മ പറയണത്, തല്ലിയേ? ശാലിനിക്കും അമ്മ പിന്നെ എന്താ കരുതിയത്? പണ്ടത്തെ പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കല്ലേ ഇത്? കണ്ണിന്റെ മേലെയൊക്കെ നല്ല രീതിയിലാ ആ കുട്ടിയുടെ മുഖമൊക്കെ നന്നായിട്ട് ചുവന്ന് കിടക്കുന്നത്. മൂക്കുന്ന് ചോരയും. അതോടെ കേൾക്കുമ്പോൾ ശാരദാമ്മ ഒന്നുകൂടെ പേടിക്കും. ഈശ്വരാ, ഇവര് രണ്ടും കൂടെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലേടി എന്ന് നോക്കുമ്പോ സത്യ പറയും, ഞാനല്ലേ ഇടിച്ചത്, പപ്പിയാ. ശാലിനി പറയും, പപ്പിയാണെങ്കിലും നീയാണെങ്കിലും വഴക്ക് കേട്ടത് ഞാനല്ലേ. ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരാള്. അതിനിടയിൽ സത്യാമ്മയുടെ കുറ്റപ്പെടുത്തൽ വേറെ. ശാരദാമ്മയ്ക്ക്, മോളെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സത്യ പറയും, അവന് നന്നായിട്ട് പറ്റണം, ചെയ്തത് പോരാന്നുള്ള അഭിപ്രായം എന്റേത്. ശാരദാമ്മ വാ അടച്ചോവും. ശാലിനി പറയും, കേട്ടില്ല അവള് പറഞ്ഞത്? നീയൊക്കെ വളർന്നു വരുമ്പോ ആരാകും? സത്യ പറയും, ശാരദാമ്മയെ അവൻ എപ്പോഴും എന്നെ കരയിക്കും, എപ്പോഴും വഴക്കിനും വരും, അതുകൊണ്ടൊക്കെയാ പപ്പി അവനെ തല്ലിയത്. ശാലിനി പറയും, അങ്ങനെ അവന് വഴക്കിന് വരുന്നുണ്ടെങ്കിൽ ടീച്ചറോട് പറയണം, ഇല്ലെങ്കിൽ എച്ചമ്മനോട് സംസാരിക്കണം. അല്ലാതെ നിങ്ങൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ചെയ്യാന്ന് വെച്ചാ ഞങ്ങൾക്ക് എന്തിനാ രക്ഷകർത്താക്കൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? സത്യ പറയും, ഇനി ഞങ്ങൾ ഒന്നിനും ഇല്ലമ്മേ. അവനിനി എന്ത് പറഞ്ഞാലും എന്ത് വിളിച്ചാലും ഞങ്ങൾ ഇനി മിണ്ടേ ഒന്നിനും മറുപടി പറയേയില്ല. ശാലിനി മിണ്ടുന്നില്ല. ശാരദാമ്മയ്ക്കും, അല്ല ഇവൻ പറഞ്ഞു വിളിച്ചു എന്നൊക്കെ പറയുന്നത്, ആ കുട്ടി എന്താ വിളിച്ചത്? അച്ഛനില്ലാത്തവളെന്നാ വിളിച്ചത്. ഇത് കേൾക്കുമ്പോഴാ ശാലിനിയും ശാരദാമ്മയും ഞെട്ടിപ്പോകുന്നത്. ശാലിനിയും വല്ലാതെ ഞെട്ടി സങ്കടത്തിലാ സത്യയെ നോക്കുന്നത്. അതുവരെ ദേഷ്യം കാണിച്ച് കാരി തുള്ളി നിന്നിരുന്ന ശാലിനി പോലും അങ്ങ് തളർന്നു പോവാ. അതിനല്ലേ പപ്പി കയറി ഇടിച്ചത്? സത്യം പറയമ്മേ, എന്റെ അച്ഛൻ എവിടെയാ? എന്റെ അച്ഛൻ ആരാ അമ്മേ? എന്താ എന്റെ അച്ഛന്റെ ജോലി? എന്നെ കാണാൻ എന്റെ അച്ഛൻ എന്താ അമ്മേ വരാത്തത്? അമ്മയ്ക്ക് എന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. എല്ലാം കൂടെ കേൾക്കുമ്പോ ശാലിനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ശാരദാമ്മയും വലിയ സങ്കടത്തില് ശാലിനി അങ്ങനെ നോക്കും.
അല്പസമയം മിണ്ടാന്നിട്ട് ശാലിനി പറയും തല താഴ്ത്തിക്കൊണ്ട്, അത് പിന്നെ മോളെ അമ്മയ്ക്ക് അതിപ്പോ പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാനിപ്പോ. സത്യം പറയും, ഞാനും പപ്പിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ രമേശ് എന്നെ അച്ഛനില്ലാത്തവളെന്നും അച്ഛനെ കാണാത്തവളെ എന്നൊക്കെ വിളിച്ചതുകൊണ്ട് ആ പപ്പി കയറി തല്ലിയത്. അച്ഛൻ ആരാന്ന് അറിയാൻ പാടിണ്ടായിരുന്നെങ്കിലേ എനിക്ക് അവന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നോ? എന്തിനാ അമ്മേ അച്ഛനില്ലാതെ എന്നെ വളർത്തി മറ്റുള്ളവരുടെ ചീത്ത കേൾപ്പിക്കുന്നേ എന്ന സത്യയുടെ ചോദ്യത്തിനു മുന്നിൽ ശാലിനി തകർന്നു പോവാ. മോളെ, നിന്റെ മനസ്സിൽ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു എന്ന് അമ്മ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനിയും കരയാ, സത്യയും കരയാ. ശാർത്തം പറയും, രണ്ടുപേരും കൂടെ എന്നെ കരയിക്കല്ലോ. ശാലിനി സങ്കടമൊക്കെ നിർത്തിയിട്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കേ. അമ്മേ, ഇവള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ലേ? അച്ഛനില്ലാതെ ഇവളെ വളർത്തി എന്തിനാ ചീത്ത കേൾപ്പിക്കുന്നേന്ന്. എന്റെ നിവർത്തികേട് കൊണ്ടാ, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ ശാലിനി പപ്പിയുടെ മുന്നില് തല താഴ്ത്തി കരയാ. എനിക്കിതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുമ്പോ സത്യയ്ക്കും, അമ്മ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമായോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കും. കരയണ്ടാട്ടോ, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ശാലിനിക്കും ശാരദാമ്മയ്ക്കും സങ്കടമുണ്ട്. മോളെ എന്ന് വിളിച്ച് ശാലിനി സത്യയെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാ. സത്യയും സങ്കടത്തോടെ കരയുന്നുണ്ട്. അങ്ങനെ ആ ദിവസം രാത്രി ആയിരിക്കുക. പപ്പി മോളെയാണ് കാണിക്കുന്നത്. മുകളിലെ ടെറസിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാൻ കാരണം എന്റെ ചേച്ചിയമ്മയ്ക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നത്. ഞാൻ ആ കൊച്ചിനെ തല്ലിയതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സത്യ അങ്ങനെയൊക്കെ പറയുമ്പോ സത്യയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഞാൻ തല്ലിയതിൽ എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. ചേച്ചിയമ്മയെ വഴക്ക് പറയാൻ സത്യമ്മ ഓരോ കാരണങ്ങൾ നോക്കിയിരിക്കായിരുന്നു. അപ്പോഴാ ഇത് വന്നത്. എന്തായാലും ചേച്ചിയമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞത്. അതിന് ചേച്ചിയമ്മയോട് മാപ്പ് ചോദിക്കുക തന്നെ വേണം. ഇപ്പൊ തന്നെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിച്ചിട്ട് വരാം. പഠിക്കുന്ന സമയത്തുകൊണ്ട് ഇപ്പൊ ആരും മുറിയിലേക്ക് തിരക്കി വരുത്തുമില്ല എന്ന് പറഞ്ഞോണ്ട് പപ്പി ആരും കാണാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാണ് ശാലിനിയുടെ അടുത്തേക്ക്. അതും ആ രാത്രിയിലെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അതിനുശേഷം കാണിക്കുന്ന ഭാഗത്ത് പ്രമോലുള്ളത്. സത്യ പോകുമ്പോ സത്യക്ക് അപകടം പറ്റുകയാണേ. ശേഷം പിന്നീട് ഹോസ്പിറ്റൽ സീനാണ്. വിവരറിഞ്ഞ സത്യമയും വിഷ്ണുവും രോഹിത്തും ശ്യാമയും എല്ലാവരും എത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ് കുട്ടിക്ക് ബ്ലഡ് കൊടുക്കുന്നതൊക്കെ ആയിട്ടാ. ശാലിനിയുടെയും പപ്പിയുടെയും ബ്ലഡൊക്കെ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആകുമ്പോൾ വിഷ്ണുവിന് വീണ്ടും സംശയം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ രണ്ടു കുട്ടികളെയും പ്രസവിച്ചത് ശാലിനിയാണെന്നുള്ളൊരു നിഗമനത്തില് വിഷ്ണു എത്തിയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു കുട്ടികളും വിഷ്ണുവിന്റെ തന്നെയാണെന്ന് വിഷ്ണുവിന് മനസ്സിലാവുകയും ചെയ്യും. അതല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറുടെ സംസാരം കേൾക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആവാന്നുള്ള പ്രതീക്ഷയോടെ നെക്സ്റ്റ് റിവ്യൂനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്